മൊത്തം ആഭ്യന്തര ഉൽപാദനം അതായത് GDP അടിസ്ഥാനമാക്കി ലോകത്ത് 13ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഏതാനും വർഷങ്ങൾ കൊണ്ട് 5ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി. 2075ഓടെ ചൈന 1ാം സ്ഥാനത്തും ഇന്ത്യ 2ാം സ്ഥാനത്ത് എത്തുമെന്ന് പ്രവചിച്ചത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കായ ഗോൾഡ്മാൻ സാക്സ് ആണ്. അതിനർത്ഥം അടുത്ത 4-5 പതിറ്റാണ്ടുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുതിക്കും എന്ന് തന്നെയാണ്. അതിൻ്റെ നേട്ടം ലഭിക്കുക ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിക്കുന്നവരായിരിക്കും. അടുത്ത 15 വർഷം ഓഹരി വിപണി ശരാശരി 12% സംയുക്ത വാർഷിക വളർച്ച CAGR നൽകാനാണ് സാധ്യത. മ്യൂച്വൽ ഫണ്ടിൽ 15% വരെ നേട്ടവും പ്രതീക്ഷിക്കാം. മുതൽ സുരക്ഷിതമാക്കാനായി കുറഞ്ഞ ആദായമുള്ള പദ്ധതികൾ തിരഞ്ഞെടുക്കുന്നവരിൽ 6% ഇപ്പോൾ അത് ഉപേക്ഷിച്ച് ഉയർന്ന നേട്ടം നൽകുന്ന മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറുകയാണ്. അതുവഴി ഓഹരിയിലേക്ക് കൂടുതൽ നിക്ഷേപകരും പണവും ഒഴുകിയെത്തും. സ്വാഭാവികമായി സൂചികകൾ മുന്നോട്ട് കുതിക്കും. വികസിത് ഭാരത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടെ ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിക്കും. സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനം കൂടും. 30 മുതൽ 50% വരെ ഇടത്തരക്കാരായി മാറും. അതോടെ അടുത്ത പതിറ്റാണ്ട് തീർച്ചയായും ഇന്ത്യൻ ഓഹരി നിക്ഷേപകർക്ക് മികച്ച നേട്ടമാണ് നൽകുക. വർഷങ്ങളായി ഇന്ത്യയിലെ ഓഹരി നിക്ഷേപം വർദ്ധിപ്പിക്കാനായി എല്ലാവരും ഒത്തുചേർന്ന് ശ്രമിച്ചെങ്കിലും കാര്യമായ ഫലങ്ങൾ കണ്ടിരുന്നില്ല. എന്നാൽ കോവിഡിന് ശേഷം സ്ഥിതി ആകെ മാറി. 4 വർഷം മുമ്പ് വരെ നമ്മുടെ കുടുംബ സമ്പാദ്യത്തിൻ്റെ 3% ഓഹരിയിൽ എത്തിയിരുന്ന സ്ഥാനത്ത് ഇന്ന് അത് 7% ആയി. ഇരട്ടിയിലധികം വർധന. അതായത് സ്വയം മുന്നേറാനുള്ള ഊർജ്ജം വിപണി ആർജിച്ചു കഴിഞ്ഞു എന്ന് അർത്ഥം. അതിൻ്റെ നേട്ടമെടുക്കാൻ നിക്ഷേപകർ തയ്യാറാകണം. ഓഹരി വിപണിയിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ഇടിവ് കണ്ട് നഷ്ടത്തിൽ നല്ല ഓഹരി വിൽക്കുകയോ SIPകൾ അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. അല്പം കാത്തിരുന്നാൽ വീണ്ടും അവ ഉയരും, വലിയ നേട്ടം നൽകും. കാരണം ഇന്ത്യ മധുര മനോജ്ഞമായ വളർച്ചാഘട്ടത്തിലാണ് എന്നത് തന്നെ കാര്യം. എന്നാൽ ഓഹരി നിക്ഷേപത്തിൽ അല്പം ശ്രദ്ധ നിക്ഷേപകർ കാട്ടണം. അതായത് പച്ചക്കറിക്കടയിൽ ചെന്ന് 1/2 കിലോ വഴുതനങ്ങ വാങ്ങുമ്പോൾ തിരിച്ചും മറിച്ചും നോക്കി കറുത്ത പാടോ പുഴുവോ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയില്ലേ നമ്മൾ. അത്രയും സൂക്ഷ്മത കാട്ടിയാൽ തന്നെ നിങ്ങൾക്ക് മികച്ച നല്ല ഓഹരികൾ കണ്ടെത്താനാകും. അതുപോലെ പെട്ടെന്ന് കൂടുതൽ പണം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പുകൾ ഓഹരി വിപണിയിൽ വർദ്ധിക്കുകയാണ്. അത് ഒഴിവാക്കുകയും വേണം. ഇത്രയും ശ്രദ്ധിച്ചാൽ ദീർഘകാലത്തിൽ ഇന്ത്യൻ ഓഹരികൾ നല്ല നേട്ടം നൽകും. ഇടയ്ക്കുള്ള തിരുത്തലുകളിൽ ആശങ്കപ്പെടേണ്ടതില്ല. എത്രയോ തിരുത്തലുകൾ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഈ നിരയിലേക്ക് ഓടി എത്തിയത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക.